ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാനും 10th മെയിൻസിനും വേണ്ടി പഠിച്ചു തുടങ്ങാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പഠിച്ചു പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും പഠിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി മനസ്സിലാക്കി പോകാം. ഓക്കെ, നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഓപ്ഷൻസ് വായിക്കാം. അരുൺ കുമാർ മിശ്ര, മഹേഷ് മിത്തൽ കുമാർ, ജ്യോതിക കൽര, ഡോക്ടർ ധ്യാനേശ്വർ മനോഹർ മുലായ്. ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അരുൺ കുമാർ മിശ്രയാണ്. അനുബന്ധ വസ്തുതകൾ കൂടി പറയുന്നുണ്ട്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. എപ്പോഴാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്? 1993 ഒക്ടോബർ 12 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റി അംഗങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ. ഇവരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? രംഗനാഥ് മിശ്ര. ആരാണ്? രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണൽ ആയ ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സിറിയക് ജോസഫ്. ആരാണ്? സിറിയക് ജോസഫാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആക്ടിംഗ് ചെയർപേഴ്സണായ ആദ്യ മലയാളി. ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? GP മാത്തൂർ. ആരാണ്? GP മാത്തൂർ ആണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? കൈലാസ് സത്യാർത്ഥി, സുനിത കൃഷ്ണൻ, മേധ പട്കർ, ലക്ഷ്മി അഗർവാൾ. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ A ആണ്, കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥിയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. ഐക്യരാഷ്ട്രസഭ 2021-23 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അഭിഭാഷകനായി നിയമിതനായത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കൈലാഷ് സത്യാർത്ഥിയാണ്. നാഷണൽ അലയൻസ് ഓഫ് പീപ്പിൾ മൂവ്മെൻറ്റ് സ്ഥാപിതമായത് മേധ പട്കർ ആണ്. സുനിത കൃഷ്ണൻ സ്ഥാപിച്ച സാമൂഹ്യ സംഘടന പ്രജ്വല ആണ്. ഏതാണ്? പ്രജ്വല. സുനിത കൃഷ്ണൻ സ്ഥാപിച്ച സാമൂഹ്യ സംഘടന ഏത്? പ്രജ്വല. 1996 ആസ്ഥാനം ഹൈദരാബാദാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉറുദു, തെലുങ്ക്, ബംഗാളി, സന്താലി. ആൻസർ ഓപ്ഷൻ C ആണ്. ബംഗാളി ഭാഷയിലാണ്
രചിക്കപ്പെട്ടിട്ടുള്ളത്. വന്ദേ മാതരം രചിച്ച ഭാഷയാണ് ബംഗാളി. ഓക്കെ, കുറച്ച് പോയിന്റ്സ് കൂടി നോക്കാം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ആനന്ദമഠത്തിൽ നിന്നാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്, ഇനിയും ചോദിക്കാം. ഓക്കെ, ആനന്ദമഠം പ്രസിദ്ധീകരിച്ച വർഷം 1882 ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ബംഗദർശൻ ആണ്. 1872 ബംഗദർശൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് 1872. ആനന്ദമഠത്തിലെ പ്രതിപാദ്യ വിഷയം സന്യാസി കലാപമാണ്. എന്താണ്? സന്യാസി കലാപമാണ് ആനന്ദമഠത്തിലെ പ്രതിപാദ്യ വിഷയം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികൾ ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദുർഗേശനന്ദിനി, വിഷവൃക്ഷ, മൃണാളിനി, ദേവി ചൗധരണി ഇവയൊക്കെയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികൾ. ഇതിൽ ആനന്ദമഠം, ദുർഗേശനന്ദിനി ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ബാക്കിയുള്ളതും കൂടി പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദുർഗേശനന്ദിനി, വിഷവൃക്ഷ, മൃണാളിനി, ദേവി ചൗധരണി ഇവയൊക്കെയാണ്. ഓക്കെ, വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1950 ജനുവരി 24. ഇതും ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. എന്താണ്? വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം എപ്പോഴാണ്? 1950 ജനുവരി 24. വന്ദേ മാതരം സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരം സംഗീതം നൽകിയത്. വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ. വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏത്? ദേശ്. ഏതാണ്? ദേശ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് അരവിന്ദ ഘോഷാണ്. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ രചിച്ചത് ആരാണ്? അരവിന്ദ ഘോഷ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസിക ഏതെന്ന് ചോദിച്ചാൽ അത് കർമ്മയോഗി. ഏതാണ്? കർമ്മയോഗി. 1909. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. വന്ദേ മാതരം തമിഴിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കാം. ഓക്കെ, വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം 65 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? റിപ്പബ്ലിക്, ജനാധിപത്യം, പരമാധികാരം, സോഷ്യലിസം. ആൻസറായിട്ട് വരുന്നത് ഡി ആണ്, സോഷ്യലിസം. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഭാഗം 4A ആർട്ടിക്കിൾ 51A ആണ്. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത എവിടെയാണ്? ഭാഗം 4Aയിൽ ആർട്ടിക്കിൾ 51A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A കൂട്ടിച്ചേർത്തു. മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്കു പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തു. എന്താണ് വ്യവസ്ഥ? മന്ത്രിസഭ നൽകുന്ന ഉപദേശമനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്കു പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നീ 5 വിഷയങ്ങളെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതൊക്കെയാണ് മാറ്റിയത്? വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നീ 5 വിഷയങ്ങളെ
സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അപ്പോൾ ഇത്രയും ഇന്ന് എല്ലാവരും നന്നായി പഠിക്കുക. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.